സർ, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പ്രതിനിധി സംഘങ്ങളെ വിട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘത്തെ നയിക്കുന്നത് നമ്മുടെ ഡോക്ടർ ശശി തരൂരാണ്, തിരുവനന്തപുരത്തിൻ്റെ MP. പക്ഷേ ആ ശശി തരൂരിനെതിരെ കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം BJPയുടെ സൂപ്പർ വക്താവാണെന്നാണ് കോൺഗ്രസ് വക്താവ് ഉദിത് രാജ് ആക്ഷേപിച്ചിരിക്കുന്നത്. എന്താണ് സാർ, ഈ തരൂരിനെതിരെ ഒരു യുദ്ധം അല്ലെങ്കിൽ തരൂരിൻ്റെ തല വെട്ടാനുള്ള എന്തെങ്കിലും ഒരു നീക്കം കോൺഗ്രസിനകത്ത് നടക്കുകയാണോ? അല്ല, ഇതിനകത്ത് ഈ അശ്വമേധയാഗമാണ്. അശ്വരക്ഷിതാവായിട്ടാണ് തരൂര് പോയിരിക്കുന്നത്. അത് ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരും. അശ്വരക്ഷിതാവായിട്ട് പോകാൻ പറ്റിയ ആൾ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് പാർട്ടിയോട്, പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ചു ഒരു ലിസ്റ്റ് കൊടുക്കാൻ. ആ ലിസ്റ്റിനകത്ത് തരൂരിൻ്റെ പേരുണ്ടായിരുന്നു? ഇല്ല. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി സ്വയം തയ്യാറാകണ്ടേ? ഞാനുണ്ട്. അതെ, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ മൈലേജ് അങ്ങ് മാറിയ മോദിക്ക് കിട്ടുന്നത് പോലൊരു വലിയ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധി. അങ്ങനെയുള്ള ഒരു ക്രെഡിറ്റിനെ കുറിച്ചൊന്നും, ഏത് തരത്തിൽ മൈലേജ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധവും ആ ചെക്കനില്ല എന്നുള്ളത്. അത് മാത്രമല്ല സാർ, അദ്ദേഹത്തിന്റെ യജമാനന്മാരെ പ്രീതിപ്പെടുത്തണം. അദ്ദേഹത്തിന് ചൈനയും അതുപോലെ തന്നെ മറ്റു ചിലരുമായിട്ടൊക്കെ വലിയ, ജോർജ് സോറോസിനെ പോലെയുള്ളവരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നിരന്തരം നിർഭയം മോദിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമല്ലേ ഇവിടൊക്കെ ഉള്ളൂ. ബാക്കി സമയത്തെല്ലാം നമ്മുടെ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറം ലോകത്ത് കറങ്ങുകയാണ്. ഓർക്കുന്നുണ്ടോ, 2019 ഈ ചെക്കൻ വിചാരിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ്. അതെ, വയനാട്ടിൽ വന്ന് നിന്ന് അങ്ങ് മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇവിടുത്തെ ആവേശം പോലെ ആയിരിക്കും നോർത്ത് ഇന്ത്യയിൽ എന്നൊക്കെ കരുതി പ്രധാനമന്ത്രിയാകാൻ 19 എന്ത് ചെയ്തു? ഈ എനിക്ക് കോൺഗ്രസ് എനിക്കിതിനെ ഇതൊന്നും കൊണ്ടു നടക്കാൻ വയ്യാന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് വിദേശത്തേക്ക് പോവുകയാണ്, മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും പാർലമെന്റിൽ ചില പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പം സഭയിൽ ഉണ്ടാകത്തില്ലല്ലോ. ഉണ്ടായാൽ വാ തുറക്കുകയുമില്ല. എന്നിട്ട് പറയും എന്റെ വാ പൂട്ടിയിരിക്കുന്നു, എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിപ്പോൾ ശശി തരൂർ ഒരു കാര്യം പറയണം. അവിടെ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിനിധിയാണ്. പക്ഷെ ഞാൻ ഇന്ത്യയുടെ പ്രതിനിധിയാണെങ്കിൽ ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നിരയിലെ പ്രതിനിധിയാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നു. അവിടെയാണ് തരൂരിന്റെ മൈലേജ് മാറുന്നത്. നോക്കണേ, പ്രതിപക്ഷ നിരയിൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യ ഒറ്റക്കെട്ടാണ്, അല്ല ഇന്ത്യയെ എതിർത്തായിരിക്കുമോ ഇദ്ദേഹം സംസാരിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കും. പ്രതിപക്ഷ നിരയിലെ, പക്ഷെ ഇവിടെ പ്രതിപക്ഷ നിര എന്നുള്ളതൊന്നും ഇല്ല. കാരണം പൊതുശത്രു വരുമ്പോൾ എപ്പോഴും രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്തുള്ളവരെ വൈരം മറന്ന് ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ കാണ്ഡവവനത്തിനകത്തുള്ള പക്ഷിമൃഗാദികളൊക്കെ പരസ്പരം ശത്രുതയും മറ്റൊന്നിനെ കൊന്നു തിന്നുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ കാണ്ഡവവനത്തിന് ആ തീ പിടിച്ചപ്പോൾ അവരെല്ലാവരും കൂടി ഏകസ്വരത്തിലാണ് ഉറക്ക കരയുകയും ദേവേന്ദ്രനെ വിളിക്കുകയും ചെയ്തത്. എന്തിനു വേണ്ടി? മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ തരൂര് കോൺഗ്രസ്സുകാരന്മാർക്ക് മാതൃകയായി നിൽക്കുകയാണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചതിന് ശേഷം ഒടുവിൽ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട്, ഈ ഭീകരരുടെ ആക്രമണം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഭീകരവാദികളുടെ കേന്ദ്രമാണ്, ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഭീകരാക്രമണത്തിനും ഭീകരവാദികൾക്കും വേണ്ടി ചെലവഴിക്കുകയാണ്, രാജ്യത്തെ സാധാരണ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യുന്നു. സാർ, അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കോൺഗ്രസിനെ ഇത്രയും ചൊടിപ്പിച്ചത് തരൂരിൻ്റെ ഒരു വാക്കാണ്. തരൂര് പറഞ്ഞു, മുമ്പും ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നിരുന്നു, അന്നൊക്കെ നമ്മൾ അമേരിക്കയോടും മറ്റും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു.
നമ്മൾ ലോകത്തിനെ മുഴുവനും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ മോദി വന്നതിന് ശേഷം പത്താൻകോട്ടിലുണ്ടായ ഭീകരാക്രമണത്തിന് ഉറിയിൽ കനത്ത മറുപടി നമ്മൾ നൽകി, സർജിക്കൽ സ്ട്രൈക്കിലൂടെ. അതിനുശേഷം പുൽവാമയിലുണ്ടായ ആക്രമണത്തിന് ബലാക്കോട്ടിൽ നമ്മൾ എയർ സ്ട്രൈക്ക് നടത്തി ഉചിതമായ മറുപടി നൽകി. ഇപ്പോഴിതാ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് മതം നോക്കി ആൾക്കാരെ കൊലപ്പെടുത്തിയതിന് പകരം, സിന്ദൂരം മായ്ച്ചതിന് പകരം, സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിന് പകരം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്ത് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു, മോദി പാകിസ്ഥാന് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി നൽകി എന്നുള്ളതാണ്. ഈ കാര്യം തരൂർ അവിടെ എടുത്തു പറഞ്ഞു. ഇതാണ് കോൺഗ്രസിനെ ഏറ്റവും ചൊടിപ്പിച്ചത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം തലവൻ പവൻ ഖേര പറഞ്ഞു, മൻമോഹൻ സിംഗിൻ്റെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിൻ്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്, അത് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ എന്ത് ആധികാരികതയുണ്ടെന്നുള്ളത് വേറെ, അങ്ങനെ രംഗത്ത് വന്നു. അപ്പോൾ ഇതാണ് കോൺഗ്രസിനെ വാസ്തവത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. തരൂർ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് MP ആയിരിക്കുമോ അതോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട MP ആയിരിക്കുമോ? എന്താണ് അതിനുള്ള സാധ്യത? എന്താണ്? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ കോൺഗ്രസ്സുകാർ തന്നെ അനുഭവിക്കേണ്ടി വരും. തരൂർ രക്ഷപ്പെടും. അതെ, പിന്നെ തരൂർ കോൺഗ്രസിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. തരൂർ കോൺഗ്രസിന് വിരുദ്ധമായി, പാർട്ടിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തോ? ദേശത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ ദേശസ്നേഹിയുടെ വാക്കുകളാണ്. ഒരുപക്ഷെ BJP നേതാക്കന്മാർക്കില്ലാത്ത തരത്തിലുള്ള ദേശസ്നേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നതായിട്ട് പലർക്കും തോന്നാം. കാരണം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസ് ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ അതിൻ്റെ ക്ഷീണം അനുഭവിക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ നാശമായിരിക്കും അത്. ഇപ്പം തരൂരിനെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പരമ്പരാഗതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയല്ല തരൂരിന് ഉള്ളത്. അത് തരൂരായാലും അത് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് മാറ്റം വരുത്തണം. പരമ്പരാഗതമായ രീതിയിൽ പോകരുത്. കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒന്നിച്ചു നിൽക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ രാഷ്ട്രീയമായി ഇവിടുത്തെ ഈ CPM-ന്റെ സ്വഭാവം കാണിക്കരുത്. ഏതിനെയും രാഷ്ട്രീയം കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിരന്തര സമരം, നിരന്തരം സംഘർഷം, ഒരു വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സർക്കാരിനെ അനുവദിക്കില്ല. ജീവനക്കാരെ മുഴുവനും അണിനിരത്തി സമരം, ജനങ്ങളെ അണിനിരത്തി സമരം, റോഡ് ഉപരോധം, ഇതൊക്കെയാണ് CPM സ്ഥിരമായിട്ട് ചെയ്തു പോരുന്നത്. ഇപ്പോൾ അവർ ഭരിക്കാൻ വന്നപ്പോൾ ഇതൊന്നുമില്ല. അവർക്ക് ഏത് വികസന പ്രവർത്തനങ്ങളും കണ്ണുമടച്ച് ചെയ്യാം. അവരെന്തിനു വേണ്ടിയാണോ സമരം ചെയ്തത്, കാഴ്ച ഇവർ ഭരണത്തിലെത്തുമ്പോൾ ഇതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യും. ഏറ്റവും നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു പറയേണ്ടത് വിദേശ സർവകലാശാലയുടെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ ചെയർമാൻ TP ശ്രീനിവാസനെ വെറും ഒരു ലെവലേശം പോലും വിവരമെന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു SFI ചെക്കൻ അടിച്ചു വീഴ്ത്തുക, ഇത്തരത്തിലുള്ള താന്തോന്നികളെയൊക്കെയാണ് ആ പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ വിദേശ സർവകലാശാലകൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. എന്ത് തെമ്മാടിത്തരമാണ് ഇത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ CPM-ന്റെ ആ രീതി എടുക്കരുത്. വികസനമായാൽ ഒന്നിച്ചു നിൽക്കണം. തരൂരിനെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇവർ കൊണ്ടുവന്ന് നോക്ക്, വലിയ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് പാർട്ടി മാറും, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായി. അപ്പോൾ BJPക്ക് അല്പം ഭയക്കേണ്ടി വരും. ഇപ്പോൾ നേരത്തെ അന്ന് കാർഗയ്ക്ക് പകരം അവിടെ എടുത്തു വെച്ചിരുന്നല്ലേ, ഇപ്പൊ 10 സീറ്റ് കൂടുതൽ. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കൂടി വന്നേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.